ഇറാനിൽ പോലീസ് ഉപമേധാവി വെടിയേറ്റ് മരിച്ചു. ഇറാൻ ഷഹർ നഗരത്തിലെ ഡെപ്യൂട്ടി പോലീസ് ചീഫ് മുഹമ്മദ് ഹക്കിഖാണ് കൊല്ലപ്പെട്ടത്. ഭീകര സംഘടന ജെയ്ഷെ അൽ അദ്ൽ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എപ്പോഴാണ് സംഭവമുണ്ടായത്? അമൃത, ഈ ജെയ്ഷെ മുഹമ്മദ് ഹക്കിഖത്ത് എന്ന് പറയുന്ന ഡെപ്യൂട്ടി പോലീസ് ചീഫ്, അതായത് ഇറാൻ ഷഹറിന്റെ ഡെപ്യൂട്ടി പോലീസ് ചീഫാണ് കൊല്ലപ്പെട്ടത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പിന്തുടർന്നെത്തി കൃത്യമായി അദ്ദേഹത്തിന്റെ കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കാറിൽ അദ്ദേഹം വെടിയേറ്റ് വീഴുന്ന ദൃശ്യങ്ങൾ പോലും കൃത്യമായി പകർത്തുകയും ചെയ്തു. ഇറാനിൽ തന്നെയുള്ള ജെയ്ഷ് അൽ അദിൽ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഇത്രയും കൃത്യമായ ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഭീകര സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ അതിൽ ഇടപെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഡെപ്യൂട്ടി പോലീസ് ചീഫിന് നേരെ, അല്ലെങ്കിൽ ഒരു മേഖലയിലെ പോലീസ് ചീഫിന് നേരെ നടന്ന ഒരു ആക്രമണം അതീവ ഗൗരവമായ ഒരു വിഷയമായി തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പിന്തുടർന്നെത്തി ആക്രമിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ പാളിപ്പോയ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും ഇത് ഗൗരവമേറിയ ഒരു സംഭവമായി തന്നെ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു റൂൾ ഓഫ് ലോ, അല്ലെങ്കിൽ നിയമവാഴ്ച ഏതാണ്ടൊക്കെ അസ്ഥിരമായ ഒരു സാഹചര്യം ഇറാനിൽ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിനിടെയാണ്, നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളായി ഏതാണ്ട് 12 ദിവസത്തോളമായി വലിയ സംഘർഷം നിലനിൽക്കുകയാണ്. അതായത് നാണയത്തിന്റെ വിലയിടിവുമായി സംബന്ധിച്ച് വലിയ രീതിയിൽ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യം റഷ്യയിലുള്ളപ്പോഴാണ് ഇറാനിലുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ ഇത് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഭീകര സംഘടനകളുടെ ഇടപെടൽ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഉണ്ടാകുന്നു, അല്ലെ അത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടാകുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി പുറത്തു വരികയാണ് ഈ വിവരത്തിലൂടെ.